നമസ്കാരം. പ്രധാന വാർത്തകൾ. KM എബ്രഹാമിന് ആശ്വാസം. CBI അന്വേഷണം സ്റ്റേ ചെയ്തു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരായ CBI അന്വേഷണം സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. CBIക്കും സംസ്ഥാന സർക്കാരിനും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. CBI അന്വേഷണം ചോദ്യം ചെയ്ത് KM എബ്രഹാം നൽകിയ ഹർജിയിലാണ് നോട്ടീസ്. വരുമാനത്തിന്റെ രേഖകൾ ഹാജരാക്കാൻ എന്തുകൊണ്ടാണ് വൈകിയതെന്ന് സുപ്രീം കോടതി ചോദിച്ചു. എന്നാൽ അന്വേഷണ സമയത്ത് വിദേശത്തായിരുന്നുവെന്നാണ് KM എബ്രഹാം മറുപടി നൽകിയത്. CBI അന്വേഷണത്തിന് മുൻകൂർ പ്രോസിക്യൂഷൻ അനുമതി അനിവാര്യമാണെന്നും KM എബ്രഹാം പറഞ്ഞു. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, മൻമോഹൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് അപ്പീൽ പരിഗണിച്ചത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ കമ്മീഷനിംഗ് ചടങ്ങ് VD സതീശൻ പങ്കെടുത്തേക്കില്ല. വിഷയം വിവാദമായപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചുവെന്ന് വരുത്തുകയാണ് സർക്കാർ ചെയ്തുവെന്നാണ് കോൺഗ്രസിലെ പൊതുവികാരം. അപമാനിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിന് നിന്നുകൊടുക്കേണ്ടതില്ല എന്നാണ് പാർട്ടി വിലയിരുത്തൽ. VD സതീശൻ ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തി ഇന്ന് അന്തിമ തീരുമാനമെടുക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ കമ്മീഷനിംഗ് ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ സർക്കാർ ക്ഷണിക്കാത്തതിൽ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. പ്രതിപക്ഷ വിമർശനങ്ങൾക്കൊടുവിൽ ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ സർക്കാർ ക്ഷണിക്കുകയായിരുന്നു. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് കമ്മീഷനിംഗ് എന്നും ആഘോഷം പ്രതിപക്ഷം ബഹിഷ്കരിച്ചതുകൊണ്ട് ക്ഷണിച്ചില്ല എന്നുമായിരുന്നു തുറമുഖ മന്ത്രിയുടെ ആദ്യ വിശദീകരണം. കൈതപ്രത്ത് ഓട്ടോ ഡ്രൈവർ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ ഭാര്യ അറസ്റ്റിൽ. മരിച്ച KK രാധാകൃഷ്ണന്റെ ഭാര്യ മിനി നമ്പ്യാരെയാണ് പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. രാധാകൃഷ്ണന്റെ മരണത്തിലെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചാണ് അറസ്റ്റ്. തുടർന്ന് പയ്യന്നൂർ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. കേസിൽ മിനിയുടെ സുഹൃത്ത് സന്തോഷിനെയും തോക്ക് നൽകിയ സജോ ജോസഫിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 2025 മാർച്ച് 20-നാണ് കൊലപാതകം നടന്നത്. കൈതപ്രത്ത് പണിയുന്ന വീടിനുള്ളിൽ വെച്ച് രാധാകൃഷ്ണനെ സന്തോഷ് വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. BJP നേതാവിനെതിരായ പോസ്റ്റർ. 3 BJP പ്രവർത്തകർ അറസ്റ്റിൽ. തിരുവനന്തപുരത്ത് BJP ജില്ലാധ്യക്ഷൻ VV രാജേഷിനെതിരെ പോസ്റ്റർ പതിച്ച സംഭവത്തിൽ 3 BJP പ്രവർത്തകർ പിടിയിൽ. നാഗരാജ്, മോഹൻ, അഭിജിത്ത് എന്നിവരാണ് പിടിയിലായത്. മ്യൂസിയം പോലീസാണ് 3 പേരെയും അറസ്റ്റ് ചെയ്തത്. ആര്യശാല, വലിയശാല മേഖലയിലെ BJP പ്രവർത്തകരാണ് മൂവരും. CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിലും വീടിന് മുന്നിലുമായിരുന്നു VV രാജേഷിനെതിരായ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് പാർട്ടി വിശദമായി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു BJP പ്രതികരണ വേദിയുടെ പേരിൽ പോസ്റ്റർ പതിച്ചിരുന്നത്. വൻ ശബ്ദത്തോടെ TV പൊട്ടിത്തെറിച്ചു. വിദ്യാർത്ഥിക്ക് പരിക്ക്. വയനാട് കൽപ്പറ്റ അമ്പേരിയിലാണ് TV കണ്ടുകൊണ്ടിരിക്കെ പൊട്ടിത്തെറിച്ചത്. കൈക്ക് പരിക്കേറ്റ വിദ്യാർത്ഥിയെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദ്യാർത്ഥിയുടെ ആരോഗ്യനില ഗുരുതരമല്ല. ഷോർട്ട് സർക്യൂട്ടാണ് പൊട്ടിത്തെറിക്ക് കാരണമെന്നാണ് സൂചന. 2 കുട്ടികളും TV കണ്ടുകൊണ്ടിരിക്കെ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. തുടർന്ന് വീട്ടിൽ തീ ആളിപ്പടർന്നു. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. തീപിടുത്തത്തിൽ വീടിനും വീട്ടിലെ സാധനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അഭിഭാഷകൻ BA ആളൂർ അന്തരിച്ചു. കുപ്രസിദ്ധ കൊലപാതക കേസിലെ വക്കീലായ അഡ്വക്കേറ്റ് BA ആളൂർ അന്തരിച്ചു. വൃക്ക സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു അന്ത്യം. കഴിഞ്ഞ ദിവസം ഇടവക പള്ളിയിലെ ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നതിനായി എരുമപ്പെട്ടി പതിയാരത്തെ വീട്ടിലെത്തിയിരുന്നു. ആഘോഷത്തിനിടെ ശ്വാസതടസ്സം നേരിട്ട് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായി. തുടർന്ന് ചൊവ്വാഴ്ച രാത്രിയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ 11:30 മരിച്ചു. കോട്ടയത്ത് അമ്മയും മക്കളും ആറ്റിൽ ചാടി മരിച്ച സംഭവം. ഭർത്താവും ഭർത്തൃപിതാവും അറസ്റ്റിൽ. സംഭവത്തിൽ ഭർത്താവ് ജിമ്മിയും ഭർത്തൃപിതാവ് ജോസഫുമാണ് അറസ്റ്റിലായത്. ഏറെ നേരത്തെ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് ഏറ്റുമാനൂർ പോലീസ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്ന് ഉച്ചയോടെ ജിമ്മിയെയും ജോസഫിനെയും പോലീസ് വിളിച്ചു വരുത്തി കസ്റ്റഡിയിലെടുത്തിരുന്നു. ജിസ്മോൾ ഗാർഹിക പീഡനത്തിന് ഇരയായെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇരുവർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം, ഗാർഹിക പീഡനം എന്നീ വകുപ്പുകൾ ചുമത്തി. ചോദ്യം ചെയ്യലിൽ ആത്മഹത്യാ പ്രേരണയും ഗാർഹിക പീഡനവും വ്യക്തമാക്കുന്ന നിർണായക ഫോൺ ശബ്ദരേഖയടക്കം പോലീസിന് ലഭിച്ചു. തുടർന്നാണ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജിസ്മോളുടെയും മക്കളുടെയും മരണത്തിൽ മുഖ്യമന്ത്രിക്ക് ഇന്നലെ കുടുംബം പരാതി നൽകിയിരുന്നു. ജിമ്മിയെയും തോമസിനെയും ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 15-ന് ഏറ്റുമാനൂർ അയർക്കുന്നം പള്ളിക്കുന്നിലാണ് അഡ്വക്കേറ്റ് ജിസ്മോൾ മക്കളായ നേഹ, നോറ എന്നിവരുമായി പുഴയിലേക്ക് ചാടി ജീവനൊടുക്കിയത്. കൈക്കൂലി വാങ്ങിയ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥ അറസ്റ്റിൽ. കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയാണ് അറസ്റ്റിലായത്. കെട്ടിട നിർമ്മാണ പെർമിറ്റിനായി 15,000 രൂപ കൈക്കൂലി വാങ്ങുമ്പോഴായിരുന്നു വിജിലൻസ് സംഘം പിടികൂടിയത്. സ്വന്തം വാഹനത്തിലായിരുന്നു സ്വപ്ന കൈക്കൂലി വാങ്ങാൻ പൊന്നുതുരുത്തിലെത്തിയത്. കൊച്ചി കോർപ്പറേഷന്റെ വൈറ്റില സോണൽ ഓഫീസിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടറാണ് സ്വപ്ന. സംസ്ഥാനത്തിന് പുതിയ ചീഫ് സെക്രട്ടറി A. ജയതിലക് ചുമതലയേറ്റു. സംസ്ഥാനത്തെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആയിട്ടാണ് A. ജയതിലക് ചുമതലയേറ്റത്. ക്യാബിനറ്റ് തീരുമാനങ്ങൾ നടപ്പാക്കുക എന്നതാണ് പ്രധാന ചുമതലയെന്ന് സ്ഥാനം ഏറ്റെടുത്ത ശേഷം A. ജയതിലക് പറഞ്ഞു. കഴിഞ്ഞ ക്യാബിനറ്റിലെയും അടുത്ത ക്യാബിനറ്റിലെയും തീരുമാനങ്ങൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശാരദാ മുരളീധരന്റെ പിൻഗാമിയായാണ് A. ജയതിലക് ചീഫ് സെക്രട്ടറി പദവിയിലെത്തുന്നത്.
1991 ബാച്ചുകാരനായ ജയതിലക് സംസ്ഥാനത്തെ എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളിലും പദവികൾ വഹിച്ച ശേഷമാണ് ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത്. പുലിപ്പല്ലി മലയുമായി ബന്ധപ്പെട്ട കേസിൽ റാപ്പർ വേടന് പെരുമ്പാവൂർ കോടതി ജാമ്യം അനുവദിച്ചു. ജാമ്യ വ്യവസ്ഥകൾ വ്യക്തമാക്കിയിട്ടില്ല. അന്വേഷണവുമായി വേടൻ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നിലപാടും യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് അറിയില്ലായിരുന്നുവെന്ന വേടന്റെ മൊഴിയും കണക്കിലെടുത്താണ് കോടതി ജാമ്യം അനുവദിച്ചത്. കഞ്ചാവ് കേസിൽ വേടന് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചിരുന്നു. ശ്രീലങ്കൻ വംശജനായ വിദേശ പൗരനിൽ നിന്നാണ് തനിക്ക് പുലിപ്പല്ലി കിട്ടിയതെന്നാണ് വേടന്റെ മൊഴി. തൃശൂരിലെ ജ്വല്ലറി വെച്ചാണ് ഇത് രൂപമാറ്റം വരുത്തിയത്. ഇതിനുശേഷമാണ് മാലയ്ക്കൊപ്പം ചേർത്തതെന്നും വേടൻ വനംവകുപ്പിനോട് പറഞ്ഞിട്ടുണ്ട്. പുലിപ്പല്ലി സമ്മാനിച്ച രഞ്ജിത്ത് കുമ്പിടിയുമായി ബന്ധപ്പെടാൻ വനംവകുപ്പ് ശ്രമം തുടരുകയാണ്.